നമസ്കാരം. ഇവർക്കും ഡെയിലി ന്യൂസ് അനാലിസിസ് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഹിന്ദു ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. ഇത് ന്യൂസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. ഫസ്റ്റ് ആർട്ടിക്കിൾ ആർമഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് എന്നതിനെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. ഈ ഒരു ടോപ്പിക് പ്രകാരം ഈ പറഞ്ഞ പോലെ നിലവിൽ നമ്മുടെ മണിപ്പൂരിലെ 6 പ്രദേശങ്ങളിലേക്ക് അപ്സോ ആക്ട് ഈ പറഞ്ഞ പോലെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു പറഞ്ഞുകൊണ്ട് നമുക്ക് വാർത്ത ഹെഡ്ലൈനിൽ തന്നെ ആയിട്ട് ഫ്രണ്ട് പേജ് തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇന്റേണൽ സെക്യൂരിറ്റി പെർസ്പെക്റ്റീവിലാണ്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ആ ഒരു ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ടോപ്പിക്ക് നമ്മുടെ എക്കണോമിക്സ് റിലേറ്റഡ് ആയ ടോപ്പിക്കാണ്. ഈ പറഞ്ഞ രീതിയിൽ ഒക്ടോബർ മാസത്തിലെ മന്ത്ലി ഈ പറഞ്ഞ പോലെ എക്സ്പോർട്ട് ഇമ്പോർട്ടിന്റെ ഡേറ്റ പുറത്ത് വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് പോലെ തന്നെ ഇന്ത്യക്ക് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ ട്രേഡിന് ഡെഫിസിറ്റ് ഉണ്ട്. ബട്ട് ഈ പറഞ്ഞ ഒരു നല്ലൊരു കാര്യമായിട്ട് പറയാൻ സാധിക്കുന്നത് നമ്മുടെ എക്സ്പോർട്ട് വളർന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാലയളവിൽ നമുക്ക് എക്സ്പോർട്ട് വളർന്നതിനേക്കാൾ കൂടുതലൊക്കെ ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ട് വർദ്ധിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് അവിടെ മെർക്കൻഡൈസ് ഈ പറഞ്ഞ പോലെ ഗുഡ്സിന്റെ ഒക്കെ കാര്യത്തിലാണെങ്കിലും ആ ഒരു ട്രേഡ് ഡെഫിസിറ്റ് ബേസിക്കലി കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ആ ഒരു എക്സ്പോർട്ട് ഇമ്പോർട്ടിന്റെ കാര്യങ്ങൾ മെയിൻലി നമ്മൾ ആ ഒരു ടോപ്പിക്കിനകത്ത് പഠിക്കാനായിട്ട് പോകുന്ന ഇന്ത്യ പ്രധാനമായിട്ടും ഇമ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കൾ ഏതെന്ന് നമുക്ക് നോക്കണം. അതുപോലെ ഇമ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻസ് നമുക്ക് നോക്കണം. അതേപോലെ തന്നെ ടോപ്പായിട്ട് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്, അത് ഏതൊക്കെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്കാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് അവിടെ കൃത്യമായിട്ട് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നമ്മൾ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ദെൻ മൂന്നാമത്തെ ടോപ്പിക്ക് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണ്. കൾച്ചർ അതുപോലെ തന്നെ ഏൻഷ്യൻ ഹിസ്റ്ററി എന്നൊക്കെ വേണമെങ്കിൽ അതിനെ നമുക്ക് പറയാൻ ഏൻഷ്യൻ്റിലുള്ള ഒരു മോഡേൺ ഹിസ്റ്ററിയുടെ ഒക്കെ ഭാഗമായിട്ട് നമുക്ക് വേണമെങ്കിലും അതിനെ വിലയിരുത്താൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ബിർസ മുണ്ട ഈ പറഞ്ഞ പോലെ ഒരു ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു. അദ്ദേഹം എസ്പെഷ്യലി ഒരു ട്രൈബൽ ഏരിയയുടെ ആളുകളെ ഈ പറഞ്ഞ പോലെ അവരുടെ ഉന്നമനത്തിനായിട്ട് ഒരുപാട് പ്രയത്നിച്ച ഒരു വ്യക്തി കൂടിയാണ് ബിർസ മുണ്ട. അദ്ദേഹത്തിന് ഈ പറഞ്ഞ 150th ബർത്ത് ആനിവേഴ്സറിയാണ് നമ്മൾ ഇപ്പോൾ ആചരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് പ്രൈം മിനിസ്റ്റർ സ്റ്റാമ്പും കോയിൻസ് ഒക്കെ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 150th ബർത്ത് ആനിവേഴ്സറി എന്നൊക്കെ പറയുമ്പോഴേക്കും ആ ഒരു ടോപ്പിക്കിനെ വിത്ത് റെസ്പെക്ട് ആയിട്ട് പ്രിലിംസിന് ചോദ്യങ്ങൾ വരാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. സോ ആ ഒരു ടോപ്പിക്കിൽ നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് വിശദമായിട്ടും കുറച്ച് ഡീറ്റെയിൽസ് പഠിക്കാം. ഓക്കെ, ദെൻ ഫോർത്ത് എന്ന് പറയുമ്പോഴേക്കും ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എൻവയോൺമെന്റും അതേപോലെ തന്നെ നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 അഗ്രികൾച്ചറിന്റെ പെർസ്പെക്റ്റീവിലും പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് നോൺ ആസ് എയറോപോണിക്സ്. നമ്മൾ പല രീതിയിലുള്ള ഒരു കൃഷി രീതികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. എസ്പെഷ്യലി ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും അക്വാപോണിക്സ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കൾട്ടിവേഷൻ രീതികളൊക്കെ തന്നെ വർദ്ധിച്ചു വരുന്നുണ്ട്, പോപ്പുലാരിറ്റി ഗെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈഡ്രോപോണിക്സ് അങ്ങനെയൊക്കെ പറയുന്ന ഒരു തരം അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ഇപ്പം വർദ്ധിച്ചു വരുന്നുണ്ട്. കാരണം സ്പേസിന്റെ അവൈലബിലിറ്റി ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണല്ലോ. എസ്പെഷ്യലി പറഞ്ഞ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഈ ഒരു ഫ്ലാറ്റിലേക്കൊക്കെ തന്നെ ഒതുങ്ങിക്കൂടുന്ന ഒരു സമയത്ത് നമുക്ക് ഈ പറഞ്ഞ കൃഷി ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. ബട്ട് ലാൻഡിന്റെയും ഒക്കെ തന്നെ അവൈലബിലിറ്റി ഒരു വലിയൊരു ക്രൈസിസ് ആണ്. അപ്പോൾ ഇവിടങ്ങളിൽ ഈ പറഞ്ഞ പോലെ സോയിൽ ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ കൃഷി ചെയ്യാം എന്നതിന്റെ രീതിയിൽ ആളുകൾ ഈ പറഞ്ഞ പോലെ ഇറങ്ങിയപ്പോഴാണ് ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള പുതിയ പുതിയ അഗ്രികൾച്ചർ പ്രാക്ടീസുകൾ രംഗത്തേക്ക് വരുന്നത്. ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ് എന്ന് പറയുന്നത് അതേ മോഡലിൽ നമുക്കുള്ളൊരു ഒരു ടൈപ്പ് ഓഫ് അഗ്രികൾച്ചർ പ്രാക്ടീസ് ആണ് എയറോപോണിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ് കൃത്യമായിട്ടും നമുക്ക് അതെന്നുള്ള ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ പഠിക്കാം. അപ്പോൾ ആ ഒരു ടോപ്പിക് ആയിരിക്കും നമ്മൾ ഫോർത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു 4 ടോപ്പിക്കും ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ ഒരു പ്രിലിംസിന്റെ മോഡൽ എംസിയും കൂടെ സോൾവ് ചെയ്തായിരിക്കും സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ടോപ്പിക്ക് അപ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ആർമഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് ബാക്ക് ഇൻ 6 വയലൻസ് ഇൻ ഏരിയാസ് ഓഫ് മണിപ്പൂർ. അപ്പോൾ ഈ മണിപ്പൂരുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നങ്ങൾ പണ്ട് തൊട്ടേ ഉള്ളതാണ്. നമ്മൾ നിരന്തരം വാർത്തകളൊക്കെ ഒരുപാട് കേൾക്കുന്നത് തന്നെയാണ്. അവിടെ ഈ പറഞ്ഞ പോലുള്ള പ്രധാനപ്പെട്ട 2 കമ്മ്യൂണിറ്റീസ് ആണ് ഈ പറഞ്ഞ പോലെ മെയ്തീസും കുക്കീസും. അതിനകത്ത് ഈ പറഞ്ഞ പോലെ കുക്കീസിന് നിലവിൽ റിസർവേഷൻസ് ആവശ്യപ്പെട്ടുകൊണ്ടിട്ട് നടത്തുന്ന ഈ പറഞ്ഞ പോലെ ആ ഒരു പ്രഖ്യാപനവും അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ മുൻനിർത്തി ഈ പറഞ്ഞ ഒരുപാട് വയലൻസുകൾ, എസ്പെഷ്യലി അതിൽ എത്നിക് വയലൻസുകളുടെ രീതിയിലേക്കാണ് അത് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വയലൻസുകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു പ്രദേശങ്ങളിൽ ലോ ആൻഡ് ഓർഡർ പുനഃസ്ഥാപിക്കാനായിട്ട് അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ കൃത്യമായിട്ടും പാലിക്കപ്പെടാനായിട്ട് അവിടുത്തെ സിവിൽ പവേഴ്സിന് ഈ പറഞ്ഞ പോലെ സഹായകരമാകുന്ന രീതിയിൽ ഈ പറഞ്ഞ ആർമഡ് ഫോഴ്സിനും കൂടെ വിനിയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ആക്ടാണ് ആർമഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട്. ആ പേര് തന്നെ കിടപ്പുണ്ട്, ആർമഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് എന്ന് പറയുന്നത്. വിച്ച് മീൻസ് അവിടെ നിയോഗിക്കപ്പെടുന്ന ആർമഡ് ഫോഴ്സസുകൾക്ക് ഒരു സ്പെഷ്യൽ അധികാരങ്ങൾ കൊടുക്കും, അവർക്ക് സർട്ടൻ ഇമ്മ്യൂണിറ്റീസ് ഒക്കെ കൊടുക്കും. സാധാരണഗതിയിൽ ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ ഒരു വ്യക്തിയെ നമുക്ക് അറസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ വാറന്റ് ഒക്കെ വേണം. അപ്പം ഇങ്ങനെ ഒരു അപ്സോ ഒക്കെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടങ്ങളിൽ ഈ സെക്യൂരിറ്റി ഫോഴ്സസ് ഒരു വ്യക്തിയെ സംശയം തോന്നിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, വാറന്റ് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ കുറച്ച് ഇമ്മ്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. അതൊക്കെയാണ് നമ്മൾ വിശദമായിട്ടും ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പഠിക്കാൻ പോകുന്നത്. എന്താണ് അപ്സ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ഏത് വർഷമാണ് വന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കണം. അതിലൂടെ ഈ പറഞ്ഞ പോലെ ആർമഡ് ഫോഴ്സുകൾക്ക് എന്തൊക്കെ സ്പെഷ്യൽ പവേഴ്സ് ആണ് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റീസ് ആണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യവും കൃത്യമായിട്ട് നോക്കണം. പിന്നെ ഇന്ത്യയിലെ നിലവിൽ എവിടെയൊക്കെയാണ് ഈ അപ്സ നിലവിലുള്ളത് എന്നുള്ള കാര്യം നമുക്ക് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിലും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിലേക്ക് പോകാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് 1958 പാർലമെന്റ് ഇത് പാസ്സാക്കി എന്നുള്ള കാര്യം ഓർക്കാം. ഈ ഒരു ആക്ട് പാസ്സാക്കാൻ ഇടയായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് തൊട്ട് ഞാൻ പറഞ്ഞു, അതൊരു ഇന്റേണൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്ത് സെക്യൂരിറ്റി പരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുക, വയലൻസുകൾ അധികം രൂക്ഷമാകാതിരിക്കുക എന്നുള്ളതൊക്കെയാണ് മെയിൻലി ഉദ്ദേശിക്കുന്നത്. ഐ മീൻസ് ഈ പറഞ്ഞ പോലെ ലോ ആൻഡ് ഓർഡർ കൃത്യമായിട്ടും പാലിക്കപ്പെടുക. അപ്പോൾ അത് മെയിൻലി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ നോർത്ത് ഈസ്റ്റേൺ മേഖലകളിലൊക്കെയാണ്. നോർത്ത് ഈസ്റ്റിൽ നല്ല മാത്രമേ ഉള്ളൂ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നോർത്ത് ഈസ്റ്റുകളിലൊക്കെ പ്രധാനമായിട്ടും ഇതിന്റെ ആവശ്യങ്ങൾ കയറി വരാറുണ്ട്. ബിക്കോസ് ഇൻസർജൻസീസും അല്ലെങ്കിൽ ഈ പറഞ്ഞ നക്സലിസം പോലുള്ള പല പ്രശ്നങ്ങളും ഇവിടങ്ങളിൽ ഉണ്ടാകുന്ന കാരണം മേ ബി അവിടുത്തെ
സിവിൽ ഫോഴ്സുകൾ കൊണ്ട് മാത്രം അവിടെ ചിലപ്പോൾ എല്ലാ സമയത്തും ലോ ആൻഡ് ഓർഡർ കീപ്പ് ചെയ്യാൻ പറ്റുന്നേക്കത്തില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കേന്ദ്രം ഇടപെട്ട് അവിടെയോട്ട് ഈ പറഞ്ഞ ആംഡ് ഫോഴ്സിനെ വിനിയോഗിക്കും. അപ്പോൾ ആംഡ് ഫോഴ്സുകൾക്ക് കൃത്യമായിട്ടും കുറച്ച് അധികാരങ്ങളും കാര്യങ്ങളൊക്കെ തരും. ആ അധികാരങ്ങളൊക്കെ നൽകുന്നതാണ് ഈ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് അഥവാ അഫ്സ്വ എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഇത് ആ ഏരിയ ഇപ്പോൾ ഏതെങ്കിലും ഏരിയ അഫ്സ്വയുടെ കീഴിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആദ്യം ഏരിയ എന്തായിട്ട് ഡിക്ലെയർ ചെയ്യണം? ഡിസ്റ്റർബ്ഡ് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്യണം. ഈ ഡിസ്റ്റർബ്ഡ് എന്നുള്ള കാര്യം ഡിക്ലെയർ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ആക്ടിന്റെ സെക്ഷൻ 2 പ്രകാരമാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഏരിയ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ an area can be considered to be disturbed due to differences or disputes among different religious, racial, language or religious groups or caste or communities. ഈ പറഞ്ഞ രീതിയിലുള്ള കാരണങ്ങൾ കാരണം, അതായത് റിലീജിയസ് പരമായിട്ടുള്ള കാരണങ്ങൾ കാരണം അല്ലെങ്കിൽ റേഷ്യൽ പരമായിട്ടുള്ള ലാംഗ്വേജിന്റെയോ റിലീജിയസ് ഗ്രൂപ്പുകളുടെയോ കാസ്റ്റിന്റെയോ കമ്മ്യൂണിറ്റീസിന്റെ ഇടയിൽ നടക്കുന്ന എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകൾ അത് ക്രമാതീതമായിട്ട് ഈ പറഞ്ഞ പോലെ അത് പിടിച്ചു നിർത്താൻ പറ്റാത്ത രീതിയിലേക്ക് വളരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം? കേന്ദ്രം ഇടപെട്ട് ഈ ഒരു ആക്ട് അവിടെ ഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കും. ആ ഏരിയ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യും. ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയയുടെ അധികാരങ്ങൾ ആരിലേക്ക് മാറ്റപ്പെടും? ഈ പറഞ്ഞ രീതിയിൽ ആംഡ് ഫോഴ്സിന്റെ കീഴിലേക്ക് മാറ്റപ്പെടും. അപ്പോൾ ആരാണ് ആ ഏരിയ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ എയ്തർ സെൻട്രൽ ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്യാം, അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിന്റെ ഗവർണർക്ക് ഡിക്ലെയർ ചെയ്യാം, അല്ലെങ്കിൽ ആ സംസ്ഥാന അതൊരു യൂണിയൻ ടെറിട്ടറി ആണ്, സംസ്ഥാനത്തിന് വേറെ യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററിനും അത് ഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ആ സംസ്ഥാനം അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി മൊത്തത്തിൽ ഈ പറഞ്ഞ ഡിക്ലെയർ ചെയ്യാം, അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിന്റെയോ യൂണിയൻ ടെറിട്ടറിയിലെയോ ഒരു ചെറിയ ഭാഗത്തിന് വേണമെങ്കിൽ എന്താ ഡിക്ലെയർ ചെയ്യാൻ സാധിക്കും? ഡിസ്റ്റർബ്ഡ് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ സാധിക്കും. ഈ പോയിന്റ് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. അപ്പോൾ ആരാ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ ചോദിച്ചാൽ സെൻട്രൽ ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവർണർക്ക് ഡിക്ലെയർ ചെയ്യാം, അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററിന് ഡിക്ലെയർ ചെയ്യാം. ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ആ ഏരിയ ഫുൾ ആയിട്ട് അല്ലെങ്കിൽ അതിനകത്ത് ഒരു പാർട്ട് ആണെങ്കിലും എന്തായിട്ട് ഡിക്ലെയർ ചെയ്യാൻ സാധിക്കും? ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ദ യൂസ് ഓഫ് ആംഡ് ഫോഴ്സസ് ഇൻ നീഡ് ഓഫ് ദ സിവിൽ പവർ ഇസ് നെസസറി എന്നുള്ളതാണ് ബേസിക്കലി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴേക്കും അവർക്ക് കിട്ടുന്ന സ്പെഷ്യൽ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ഹാവ് ദ അതോറിറ്റി ടു പ്രൊഹിബിറ്റ് എ ഗാദറിംഗ് ഓഫ് 5 or more persons ഇൻ ആൻ ഏരിയ. ഒരു ഏരിയയിൽ 5 അതിൽ കൂടുതലോ ആളുകളോ ഒന്നിച്ച് നിൽക്കാൻ പാടില്ല എന്നുള്ള രീതിയിലേക്ക്. അങ്ങനെ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ദേ ക്യാൻ യൂസ് ഫോഴ്സ് ഓർ ഈവൻ ഓപ്പൺ ഫയർ ആഫ്റ്റർ ഗിവിംഗ് എ ഡ്യൂ വാർണിംഗ് ഇഫ് ദ ഫീൽ എ പേഴ്സൺ ഈസ് ഇൻ കോൺട്രവെൻഷൻ ഓഫ് ദ ലോ. അതായത് 5 അതിൽ കൂടുതലോ ആളുകൾ ഒരിടത്ത് നിൽക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ അവർക്കൊന്നെങ്കിൽ വാർണിംഗ് കൊടുക്കാം, നിങ്ങൾ പിരിഞ്ഞു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് വാർണിംഗ് കൊടുക്കാം. വാർണിംഗ് കൊടുത്തിട്ട് ഈ പറഞ്ഞ പോലെ പോകുന്നില്ല എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ടും അവർക്ക് എന്ത് ചെയ്യാം? ദേ ക്യാൻ ഈവൻ ഓപ്പൺ ഫയർ ഓൺ ദം. അവരുടെ മേൽ ഈ പറഞ്ഞ പോലെ വെടിവെക്കാനായിട്ടുള്ള അധികാരങ്ങൾ പോലും ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിനകത്ത് ചർച്ചാ വിഷയമായിട്ട് ഈ പറഞ്ഞ പോലെ വരുന്ന കുറച്ച് പ്രൊവിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അൾട്ടിമേറ്റ് ആയിട്ടുള്ള അധികാരങ്ങൾ കൊടുക്കുന്നു. ഇപ്പം ഡ്യൂ വാർണിംഗ് ഒക്കെ കൊടുക്കാതെ തന്നെ ചിലപ്പോൾ വേണമെങ്കിൽ ഒരു ഈ പറഞ്ഞ രീതി ഫയർ ചെയ്തേക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള ഒരു എന്താ പറയുക ചർച്ചകളും ഈ ഒരു ആക്ടിനെ കുറിച്ചിട്ട് പലപ്പോഴും നടക്കാറുണ്ട്. നമ്മൾ ഒരുപക്ഷെ വാർത്തകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സോ രണ്ടാമത്തെ ഇവർക്കുള്ള അധികാരമാണ് ഈ റീസണബിൾ സസ്പിഷൻ എക്സിസ്റ്റ്. അതായത് ഒരാളെ സംശയം തോന്നിക്കഴിഞ്ഞാൽ ദ ആർമി ക്യാൻ ഓൾസോ അറസ്റ്റ് എ പേഴ്സൺ ദാറ്റ് ടു വിത്തൗട്ട് എ വാറന്റ് ഇല്ലാതെ തന്നെ ആ വ്യക്തിയെ കയറി എന്ത് ചെയ്യാൻ പറ്റും? അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ എൻ്റർ ചെയ്ത് അവിടെ ഈ പറഞ്ഞ പോലെ സെർച്ച് ചെയ്യാനായിട്ടും അതും വാറണ്ട് ഒന്നും ഇല്ലാതെ തന്നെ സെർച്ച് ചെയ്യാനായിട്ടും ഒക്കെ തന്നെ സാധിക്കും. ഇനി ആൻഡ് ബാൻ ദ പൊസിഷൻ ഓഫ് ഫയർ ആംസ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഫയർ ആംസ് കൈവെക്കുന്നതൊക്കെ തന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ബാൻ ചെയ്യാനായിട്ടൊക്കെ തന്നെ സാധിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാടധികം പ്രൊവിഷൻസ് ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമതാണ് എനി പേഴ്സൺ അറസ്റ്റഡ് ഓർ ടേക്കൺ ഇൻ ടു കസ്റ്റഡി മേ ബി ഹാൻഡഡ് ഓവർ ടു ദ ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ എലോങ് വിത്ത് എ റിപ്പോർട്ട് ഡീറ്റെയിലിംഗ് ദ സർക്കംസ്റ്റൻസസ് ദാറ്റ് ലെഡ് ടു ദ അറസ്റ്റ്. ഇവർ ആർമിക്ക് അറസ്റ്റ് ചെയ്തിട്ട് ഇവർ ആരിലേക്കായിരിക്കും ഇയാൾ ട്രാൻസ്ഫർ ചെയ്യും? തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലെ ഓഫീസർ ഇൻ ചാർജിന് ഈ പറഞ്ഞ പോലെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാറുണ്ട്. then ഈ പറഞ്ഞ പോലെ ദീസ് ആംഡ് ഫോഴ്സ് ആർ ഇമ്മ്യൂൺ ഫ്രം പ്രോസിക്യൂഷൻ അൺലെസ് ദ യൂണിയൻ ഗവൺമെന്റ് പ്രൊവൈഡ്സ് സാങ്ഷൻ ടു ദ പ്രോസിക്യൂട്ടിംഗ് ഏജൻസീസ്. അതായത് ഇങ്ങനെ രീതിയിൽ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വെടിവെക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ആംഡ് ഫോഴ്സസ് എല്ലാം തന്നെ ഇമ്മ്യൂൺ പവറാണ്, അവർക്കെതിരെ കേസ് എടുക്കാൻ പറ്റത്തില്ല അണ്ടിൽ ഈ പറഞ്ഞ പോലെ സെൻട്രൽ ഗവൺമെന്റ് സാങ്ഷൻ ചെയ്യണം. ആർക്കാണോ ഇയാൾ തെറ്റ് ചെയ്തു ഇയാൾ അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് സാങ്ഷൻ ചെയ്യുന്നിടം വരെ ഈ പറഞ്ഞ പോലെ ആംഡ് ഉദ്യോഗസ്ഥർക്ക് എന്തുണ്ടാവും? ആ ഒരു പ്രോസിക്യൂഷനെതിരായിട്ടുള്ള ഇമ്മ്യൂണിറ്റീസ് ഉണ്ടാവും എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. ഇത്രയാണ് അവർക്കുള്ള സ്പെഷ്യൽ പവേഴ്സ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഇനി നിലവിൽ ഇന്ത്യയിൽ അഫ്സ ഫോഴ്സ് ചെയ്തിരിക്കുന്നത് എവിടേക്കാന്ന് ചോദിച്ചാൽ ജമ്മു ആൻഡ് കാശ്മീരിലുണ്ടായിരുന്നു, ദെൻ ഈ പറഞ്ഞ പോലെ ആസാമില്, മണിപ്പൂരിൽ എക്സെപ്റ്റ് ഇംഫാലിൽ ഉണ്ടായിരുന്നില്ല, പിന്നെ അരുണാചൽ പ്രദേശ്, ഇത്രയും സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ അഫ്സ നിലവിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കാം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിനകത്ത് നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ദെൻ നമ്മൾ രണ്ടാമത്തെ ടോപ്പിക്കാണ് ട്രേഡ് ഡെഫിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട എക്കണോമിക്സിന്റെ ടോപ്പിക്കാണ് എക്സ്പോർട്സ് റീബൗണ്ട് ബട്ട് ഒക്ടോബർ ഇമ്പോർട്ട് ബിൽ ഹിറ്റ്സ് ന്യൂ റെക്കോർഡ് എന്നുള്ളതാണ് ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇമ്പോർട്ട് താരതമ്യം ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. താരതമ്യേന നമ്മുടെ മുൻകാല മാസങ്ങളെ അപേക്ഷിച്ച് ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ട് താരതമ്യം ഇച്ചിരി കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഓഗസ്റ്റിനോ സെപ്റ്റംബറിനോ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്പോർട്ട് വർദ്ധിച്ചു. ഈ ബ്ലൂ കളർ സൂചിപ്പിക്കുന്ന
അല്ലെങ്കിൽ എക്സ്പോർട്ടാണ്. ഇവിടെ ഈ എക്സ്പോർട്ട് കൂടിയപ്പോൾ അതിനേക്കാൾ കൂടുതലായിട്ട് ആര് വർദ്ധിപ്പിച്ചു? ഇമ്പോർട്ട് വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോൾ കണ്ടുവരുന്ന പോലെ തന്നെ ആ ഒരു ഡെഫിസിറ്റ്, ആ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടും ഇമ്പോർട്ടും നമ്മൾ ഗ്യാപ്പാണ് ഡെഫിസിറ്റ് സൂചിപ്പിക്കുന്നത്. ആ ഡെഫിസിറ്റും താരതമ്യേന വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് വർദ്ധിക്കാൻ ഈ ഒരു എക്സ്പോർട്ട് കൂടാൻ ഒരു കാരണമായിട്ട് വിലയിരുത്തുന്നത് ട്രംപിന്റെ അധികാരം, ആ ഒരു അമേരിക്കയിലെ ഇന്ത്യക്ക് ഒരു കുറച്ച് ഫേവറബിൾ ആയിട്ടുള്ള അനുകൂലമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകും എന്നുള്ളതിന്റെ സൂചനയായിട്ട് ഇവിടുന്ന് ഒരുപാട് എക്സ്പോർട്ടുകൾ വർദ്ധിച്ചിട്ടുണ്ട്. അത് ശരിക്കും നല്ല കാര്യമാണ്. ബിക്കോസ് എക്സ്പോർട്ട് വർദ്ധിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും, ഇവിടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. അതൊക്കെ നല്ല കാര്യമാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം കൺസേൺ ഉണ്ട്, ഇമ്പോർട്ട് വർദ്ധിക്കുന്നു. ബിക്കോസ് ഇമ്പോർട്ട് ഒരു പരിധിയിൽ കൂടുതൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ, മീൻസ് ഒരു പരിധിയിൽ കൂടുതൽ ഈ ഗ്യാപ്പ്, ഈ ഇമ്പോർട്ടും എക്സ്പോർട്ടും തമ്മിലുള്ള ഗ്യാപ്പ് ഒരു പരിധിയിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് ട്രേഡ് ഡെഫിസിറ്റ് ഒരുപാട് വർദ്ധിപ്പിക്കും. ട്രേഡ് ഡെഫിസിറ്റ് ഈ പറഞ്ഞ പോലെ ഒരുപാട് പേര് വർദ്ധിപ്പിക്കുമ്പോഴേക്കും അത് നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റിലെ ക്രൈസിസിലേക്ക് പോകും. ആ ബാലൻസ് ഓഫ് പേയ്മെന്റിലെ ക്രൈസിസ് ഐ മീൻ നമ്മൾ ഒഴിവാക്കാനായിട്ട് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഒക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരുപാട് ട്രേഡ് ഡെഫിസിറ്റ് വന്നു കഴിഞ്ഞാൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഇൻക്രീസ് ആകാനായിട്ടും അതുവഴി ഒരുപാട് ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഡിപ്ലീറ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ എക്കണോമിയുടെ ഗ്രോത്തിനെ തന്നെ ബാധിച്ചേക്കാം. അപ്പോൾ ഇന്ത്യൻ എക്കണോമിയുടെ ഗ്രോത്ത് നെഗറ്റീവായിട്ട് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെയുള്ള ആളുകളുടെ ജോലിയൊക്കെ പതുക്കെ പതുക്കെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. വിച്ച് മീൻസ് അൺഎംപ്ലോയ്മെന്റ് ഉയരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അൺഎംപ്ലോയ്മെന്റ് ഉയർന്നു കഴിഞ്ഞാൽ ആളുകളുടെ വരുമാനം കുറയും. വരുമാനം കുറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഈ പറഞ്ഞ പോലെ താഴത്തേക്ക് പോകും. പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ തന്നെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആളുകൾ സാധനങ്ങൾ അധികം മേടിക്കത്തില്ല. സാധനം മേടിച്ചില്ലെങ്കിൽ കമ്പനികളൊക്കെ തന്നെ പ്രൊഡക്ഷൻ കുറയ്ക്കും. അപ്പം പ്രൊഡക്ഷൻ കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് വീണ്ടും എന്ത് ചെയ്യും? എംപ്ലോയ്മെന്റ് ലോവർ ആകും, അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് കൂടും. അങ്ങനെ ഇതൊരു വിഷ്യസ് ആയിട്ടുള്ള ഗ്രോത്ത് സൈക്കിളിലേക്ക് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ട്രേഡ് ഡെഫിസിറ്റ് വർദ്ധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ ഇമ്പോർട്ട് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാഹചര്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ക്യാൻ ലീഡ് ടു വിഷ്യസ് ഗ്രോത്ത് സൈക്കിൾ എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ആർട്ടിക്കിൾ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പിന്നെ ഈ തന്നിരിക്കുന്ന ആർട്ടിക്കിൾ നമ്മൾ മനസ്സിലാക്കാനുള്ള ഇന്ത്യ ടോപ്പ് എക്സ്പോർട്ടും ഇമ്പോർട്ടും ആണ്. അപ്പോൾ ഇന്ത്യ പ്രധാനമായിട്ടും ഇമ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ക്രൂഡ് പെട്രോളിയം, പിന്നെ 2 കോള്, ദെൻ 3 ഗോൾഡ്. ഇപ്പൊ ശരിക്കും ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ മാസങ്ങളിൽ ഇമ്പോർട്ട് കൂടാൻ കാരണം ഗോൾഡും അതുപോലെ പെട്രോളിയം പ്രൊഡക്റ്റ് നമ്മൾ ഒരുപാട് അധികം ഇമ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് വാർത്ത വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ പ്രധാനമായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ക്രൂഡ് പെട്രോളിയം, ദെൻ കോൾ, ദെൻ ഗോൾഡ്, ദെൻ പെട്രോളിയം ഗ്യാസ് ഇറക്കുമതി ചെയ്യാറുണ്ട്, ദെൻ ഡയമണ്ട്സ്. അതൊക്കെയാണ് പ്രധാനമായിട്ടും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന 5 വസ്തുക്കൾ. ഓക്കെ, ക്രൂഡ് ഓയിൽ, കോള്, ഗോൾഡ്, പെട്രോളിയം ഗ്യാസ്, അതുപോലെ ഡയമണ്ട്സ്. ഇതാണ് ടോപ്പ് 5 ഇമ്പോർട്ട് ഐറ്റംസ് ഓഫ് ഇന്ത്യ എന്ന് പറയാൻ സാധിക്കുന്നത്. ഇനി ഇന്ത്യ പ്രധാനമായിട്ടും ഈ വസ്തുക്കൾ ഇറക്കുമതി ചെയ്തതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ചൈനയാണ്. ചൈനയിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത്. $110 ബില്യൺ ആണ്. അത് കഴിഞ്ഞ് യു എ ഒക്കെ ആയിട്ട് ചൈനയുടെ പകുതി മാത്രമേ വരുന്നുള്ളൂ. പിന്നെയാണ് US, ദെൻ സൗദി അറേബ്യ ആൻഡ് റഷ്യ. അപ്പം ചൈന, US, സൗദി ആൻഡ് റഷ്യയാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ടോപ്പ് ഇമ്പോർട്ടേഴ്സ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കണം. ഇനി ഇന്ത്യ പ്രധാനമായിട്ടും കയറ്റുമതി ചെയ്യുന്ന, എക്സ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കൾ ഏതെന്ന് നോക്കിക്കഴിഞ്ഞാൽ റിഫൈൻഡ് പെട്രോളിയം ഇന്ത്യ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന വസ്തുവാണ് റിഫൈൻഡ് പെട്രോളിയം. ദെൻ രണ്ടാമതാണ് ഡയമണ്ട്സ്, ദെൻ പാക്കേജ്ഡ് മെഡിക്കമെന്റ്സ്, ഈ പറഞ്ഞ പോലെ നമ്മുടെ ആക്റ്റീവ് ഈ പറഞ്ഞ എന്താ പറയുക, ഫാർമസ്യൂട്ടിക്കൽ ഐറ്റംസ് എന്നൊക്കെ പറയുമല്ലോ. അപ്പം അങ്ങനെയുള്ള പാക്കേജിലുള്ള മെഡിക്കമെന്റ്സ്, ദെൻ ഈ പറഞ്ഞ പോലെ ജ്വല്ലറി, റൈസ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇന്ത്യ കയറ്റുമതി. അപ്പോൾ റിഫൈൻഡ് പെട്രോളിയം പ്രൊഡക്ട്സ്, ഡയമണ്ട്സ്, പാക്കേജ്ഡ് മെഡിക്കമെന്റ്സ്, ജ്വല്ലറി ആൻഡ് റൈസ് ആണ് ഇന്ത്യ പ്രധാനമായിട്ടും എക്സ്പോർട്ട് ചെയ്യുന്ന 5 വസ്തുക്കൾ. ഇത് ഏറ്റവും കൂടുതൽ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? ഒന്നാം സ്ഥാനം ഏറ്റവും കൂടുതൽ നമ്മൾ കൊടുക്കുന്നത് US-നാണ്. US-ലേക്കാണ് ഇന്ത്യ പ്രധാനമായിട്ടും കയറ്റുമതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് ട്രേഡ് സർപ്ലസ് ഉള്ള രാജ്യമാണ് US. ബിക്കോസ് US-ലേക്ക് നമ്മൾ $82.9 ബില്യൺ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. എന്നാൽ അവിടെ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്നത് $48 ബില്യൺ ഉള്ളൂ. അപ്പോൾ US-ഉമായിട്ട് നമുക്ക് ട്രേഡ് സർപ്ലസ് ഉണ്ട്. എന്നാൽ UAE ഒക്കെ ആയിട്ട് നമ്മൾ ആകെപ്പാടെ കയറ്റുമതി 31 ബില്യണേ ഉള്ളൂ. നേരെ ഇറക്കുമതി ചെയ്യുന്നത് 51 ബില്യൺ ഉണ്ട്. ദെൻ ഈ പറഞ്ഞ നെതർലാൻഡ്സ് 17 ബില്യൺ നമ്മൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ദെൻ ചൈനയായിട്ട് നമ്മൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നത് 15 ബില്യൺ ആണ്. പക്ഷേ ഇറക്കുമതി ചെയ്യുന്നത് 110 ബില്യൺ ആണ്. അപ്പോൾ എത്രത്തോളം ചൈനയായിട്ട് ഇന്ത്യക്ക് ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടെന്ന് നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ ബംഗ്ലാദേശ്. അപ്പോൾ ഇന്ത്യ പ്രധാനമായിട്ടും കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾ US, UAE, നെതർലാൻഡ്സ്, ചൈന ആൻഡ് ബംഗ്ലാദേശ് ആണെന്നുള്ള കാര്യം മറക്കാതെ ഓർത്തിരിക്കാം. ഈ പോയിന്റുകളൊക്കെ നമുക്ക് പ്രിലിംസിന് കൃത്യമായിട്ടും ആവശ്യമായിട്ടും അറിയേക്കാം. ഓക്കെ, സോ ദെൻ നമ്മൾ അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. PM to launch stamp coin on Munda's birth anniversary. ഇവിടെയാണ് ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞ ബിർസ മുണ്ട, ഫ്രീഡം ഫൈറ്റർ ആയിട്ടുള്ള ബിർസ മുണ്ടയുടെ അദ്ദേഹത്തിന്റെ ഇന്ന് പറയുകയാണ് 150ാമത്തെ ബർത്ത് ആനിവേഴ്സറി ആണ്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് PM ഈ പറഞ്ഞ നരേന്ദ്രമോദി അദ്ദേഹം സ്റ്റാമ്പും കോയിൻസും ഒക്കെ തന്നെ ഇഷ്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം, ലോഞ്ച് ചെയ്യുന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇവിടെ നമ്മൾ എക്സാം റിലേറ്റഡ് പഠിക്കാനുള്ള ഫ്രീഡം ഫൈറ്ററായ ബിർസ മുണ്ടയെ കുറിച്ചിട്ടാണ്. ഹി വാസ് എ ഫോക്ക് ഹീറോ ആൻഡ് ട്രൈബൽ ഫ്രീഡം ഫൈറ്റർ ആണ്, ഹു പ്ലേഡ് എ പിവറ്റൽ റോൾ ഇൻ ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ്, പർട്ടിക്കുലർലി ഇൻ ട്രൈബൽ റീജൻസ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ട്രൈബൽ ആളുകളുടെ ഈ പറഞ്ഞ പോലെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പ്രയത്നിച്ച വ്യക്തി കൂടിയാണ് ബിർസ മുണ്ട. ഇദ്ദേഹം ഈ പറഞ്ഞ മുണ്ട ട്രൈബിന് ബിലോങ്സ് ടു ചോട്ടാനാഗ്പൂർ പ്ലാറ്റു ഏരിയയിലാണ് ഇവിടെ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കിംഗ് ഏരിയാസ് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ ബീഹാറിലും ജാർഖണ്ഡിലും ആയിരുന്നു. ഏർലി 19th സെഞ്ചുറിയിലൊക്കെയാണ് ഇദ്ദേഹം കൂടുതലായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിന്റെ റിവോൾട്ടിനാണ് മെയിൻലി നമ്മൾ മുണ്ട റെബല്യൻ പഠിക്കുന്നത്. മുണ്ട റെബല്യനും അതുപോലെ ആ മുണ്ട റെബല്യൻ മറ്റൊരു പേരാണ് ഉൽഗുലൻ അല്ലെങ്കിൽ തമർ റിവോൾട്ട് എന്നൊക്കെ അറിയപ്പെടുന്നത്. ലേറ്റ് 19th സെഞ്ചുറിയിലുണ്ടായ റിവോൾട്ടുകളാണ്.
മുണ്ട റെബല്യൻ അല്ലെങ്കിൽ ഉൽഗുലൻ തമർ റിവോൾട്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ റിവോൾട്ടുകൾ ബേസിക്കലി ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷന് എതിരായിട്ടുള്ള റിവോൾട്ടുകളായിരുന്നു. എന്തിനൊക്കെ എതിരായിട്ടാണെന്ന് ചോദിച്ചാൽ ഒപ്രസീവ് ആയിട്ടുള്ള പോളിസീസ് അഗെയിൻസ്റ്റ് ട്രൈബൽസ്, എസ്പെഷ്യലി ഇൻട്രൊഡക്ഷൻ ഓഫ് ഫോറസ്റ്റ് ലോസ്, അതുപോലെ റെസ്ട്രിക്റ്റഡ് ട്രൈബൽ ആക്സസ് ടു ദ ട്രഡീഷണൽ ലാൻഡ്സ്, ദെൻ ഇമ്പോസ്റ്റ് ഓഫ് എക്സോബിറ്റൻ ടാക്സസ്. അതായത് ട്രൈബൽസ് ശരിക്കും പറഞ്ഞാൽ കാടിന്റെ മക്കൾ എന്നല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫോറസ്റ്റിന്റെ ഈ പറഞ്ഞ പോലെ അവർക്കാണ് ട്രൈബൽസിന്റെ ആണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫോറസ്റ്റ് യഥാർത്ഥത്തിൽ പറയുവാണെങ്കിൽ. അപ്പോൾ അവിടെ നിന്നൊക്കെ തന്നെ അവരെ ഒഴിവാക്കി, അല്ലെങ്കിൽ അവിടുത്തെ റിസോഴ്സുകൾ ഉപയോഗിക്കുന്നത് അവരെ ഒഴിവാക്കി വിലക്കി, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നതിന് ഹൈ എക്സോബിറ്റന്റ് ആയിട്ട് ടാക്സസ് ഈടാക്കുന്നതിലൂടെ ഒരു തരത്തിൽ പറയുവാണെങ്കിൽ ഒപ്രസീവ് ആയിട്ടുള്ള പോളിസീസുകൾ ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനെതിരായിട്ടൊക്കെയായിരുന്നു മുണ്ട റെബല്യൂണിലൂടെയും അല്ലെങ്കിൽ ഈ ഉൽഗുൽ എന്നൊക്കെ വിളിക്കുന്ന റെബല്യൂണിലൂടെയും നമ്മുടെ ബിർസ മുണ്ട ഈ പറഞ്ഞ പോലെ ബ്രിട്ടീഷേഴ്സിനെതിരായിട്ട് ആക്ട് ചെയ്തെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഭഗവാൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബിർസ ഭഗവാൻ എന്നൊക്കെ രീതിയിൽ അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് വിളിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ദെൻ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയാ, അദ്ദേഹം കാഴ്ചവെച്ച ആ ഒരു പോയിന്റിനെതിരായിട്ട് റെക്കഗ്നീഷൻ എന്ന നിലയിലാണ് 2000 ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ബർത്ത് ആനിവേഴ്സറി ടൈമിലാണ് ജാർഖണ്ഡ് എന്നുള്ള സ്റ്റേറ്റ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളൂ. എല്ലാ വർഷവും നവംബർ 15-ാം തീയതി ഇദ്ദേഹത്തിന്റെ ബർത്ത് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ടാണ് സെൻട്രൽ ഗവൺമെന്റ് ഈ ദിവസം നവംബർ 15-നെ ജൻജതീയ ഗൗരവ് ദിവസ് എന്ന് രേഖപ്പെടുത്തിയിരുന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം ജൻജതീയ ഗൗരവ് ദിവസ് എന്നുള്ളത് ആരുടെ ബർത്ത് ആനിവേഴ്സറി ഡിനോട്ട് ചെയ്യുന്നു? ബിർസ മുണ്ട, ഫ്രീഡം ഫൈറ്റർ ആയുള്ള ബിർസ മുണ്ടയുടെ ബർത്ത് ആനിവേഴ്സറി ഡിനോട്ട് ചെയ്യുന്നതാണ് നവംബർ 15 ജൻജതീയ ഗൗരവ് ദിവസ്. ഓക്കെ, അപ്പോൾ ഇത് 2021 സെൻട്രൽ ഗവൺമെന്റ് ഇത് ഇങ്ങനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ദെൻ നമ്മുടെ ലാസ്റ്റ് ആർട്ടിക്കിളാണ് ഒരു ഇന്നോവേറ്റീവ് ഫാമിംഗ് മെത്തേഡ് ലീഡ്സ് ടു ഫസ്റ്റ് സാഫ്രോൺ ബ്ലൂം ഇൻ ലക്നൗ. ഇതാണ് നമ്മുടെ എയറോപോണിക്സ് എന്നുള്ള ടെക്നിക്കിനെ കുറിച്ച് പഠിക്കേണ്ടത്. അതായത് സാധാരണഗതിയിൽ സഫ്രോൺ എന്ന് പറയുന്ന, അല്ലെങ്കിൽ കുങ്കുമപ്പൂ എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ ഈ സഫ്രോൺ എന്ന് പറയുന്നത് നോർമലി ഈ പറഞ്ഞ ജമ്മു ആൻഡ് കാശ്മീരിലാണ് ഇത് കൃഷി ചെയ്യപ്പെടുന്നത്. ബിക്കോസ് അവിടുത്തെ കൂൾ ക്ലൈമറ്റ്, യുണീക് സോയിൽ കണ്ടീഷൻസ് ഒക്കെയാണ് ഇതിന് ഫേവറബിൾ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. കാശ്മീരിന്റെ കൂൾ ക്ലൈമറ്റ്, യുണീക് സോയിൽ കണ്ടീഷൻസ്. പക്ഷെ നിലവിൽ ഇപ്പോൾ നമ്മൾ ലക്നൌവിൽ ഈ പറഞ്ഞ പോലെ ഇത് കൃഷി ചെയ്ത് വിളയിച്ചെടുത്തിരിക്കുകയാണ്. അവിടുത്തെ ഒരു കർഷകൻ ഇത് വിളയിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ട്രഡീഷണലി ഈ പറഞ്ഞ പോലെ കാശ്മീരിൽ നിന്ന് പുറത്ത് ഇത് അങ്ങനെ ചെയ്യാറില്ല, കൃഷി ചെയ്യാറില്ല. ബിക്കോസ് കൂളർ ക്ലൈമറ്റ് നമുക്ക് ഇന്ത്യയിൽ കൂടുതലും ഉള്ളത് ഈ പറഞ്ഞ ഫേവറബിൾ ക്ലൈമറ്റ് ഉള്ളത് ജമ്മു ആൻഡ് കാശ്മീർ റീജിയൻസിലാണ്. ഇവിടെ ലക്നൌവിൽ ഇദ്ദേഹം അഡോപ്റ്റ് ചെയ്ത ആ ഒരു രീതിയായിരുന്നു നമ്മുടെ എയറോപോണിക് ടെക്നിക്. എയറോപോണിക് ടെക്നിക്കാണ്. അപ്പോൾ എയറോപോണിക് ടെക്നിക് എന്ന് പറയുമ്പോഴേക്കും ദാറ്റ് റിക്വയർസ് നോ സോയിൽ, സോയിലിന് ആവശ്യമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് കൃഷി എന്ന് നമുക്ക് പഠിക്കാം. അതായത് എയറോപോണിക്സ് എന്ന് പറയുമ്പോഴേക്കും ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് റൂട്ട്സ് ഓഫ് പ്ലാന്റ്സ് ഗ്രോൺ ഇൻ ആൻ എയറോപോണിക് സിസ്റ്റം ആർ സസ്പെൻഡ് ഇൻ ദ എയർ. അപ്പം വായുവിൽ ഇതിന്റെ റൂട്ട്സ് സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് ആ റൂട്ട്സുകളിലേക്ക് വേണ്ടുന്ന വെള്ളവും ന്യൂട്രിയൻസ് നമ്മൾ എന്താ ചെയ്യുന്നത്, അവിടെ സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വളർത്തിയെടുക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് എയറോപോണിക് സിസ്റ്റം. ഇവിടെ സോയിൽ ഉപയോഗിക്കുന്നില്ല, എയറിലാണ് ഈ പറഞ്ഞ സീഡ്സിന്റെ വേരുകൾ നമ്മൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതിലേക്ക് ആ റൂട്ടിലേക്ക് വേണ്ടുന്ന വെള്ളവും ന്യൂട്രിയൻസും ഒക്കെ തന്നെ എന്ത് ചെയ്യാണ്, സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എയറോപോണിക്സ് ഹാസ് ബീൻ ഇംപ്ലിമെന്റഡ് ആസ് ആൻ ഓൾട്ടർനേറ്റീവ് വാട്ടർ ഇന്റൻസീവ് ഹൈഡ്രോപോണിക് സിസ്റ്റം. അപ്പോൾ ഹൈഡ്രോപോണിക് സിസ്റ്റം എന്ന് പറയുമ്പോഴേക്ക് വാട്ടർ ഇന്റൻസീവ് ആണ്. ഓക്കെ, ആ വാട്ടർ ഇന്റൻസീവ് ആയിട്ടുള്ള ഹൈഡ്രോപോണിക്കിന് കുറച്ചുകൂടെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത് എയറോപോണിക്സ് എന്നുള്ള കാര്യം ഓർക്കുക. താരതമ്യേന ഹൈഡ്രോപോണിക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ എയറോപോണിക്സിൽ അത്രത്തോളം വെള്ളത്തിന് ഉപയോഗം ഇല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ നമുക്ക് കൂടുതലായിട്ടും ഈ എയറോപോണിക്സ് കൂടുതൽ ഉപയോഗിക്കുന്നത് വെർട്ടിക്കൽ ഫാമിങ്ങിനകത്ത്. അപ്പം സ്ഥലപരിമിതിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അവിടെ കണ്ടിട്ടുണ്ടാവും, കൃഷി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗ്ഗമാണ് വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ എയറോപോണിക്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇറ്റ്സ് എ ഹൈടെക് പ്രോസസ്സാണ്. വെയർ പ്ലാന്റ്സ് ആർ സസ്പെൻഡഡ് ഇൻ ദ എയറിലായിരിക്കും പ്ലാന്റ് സസ്പെൻഡ് ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ റൂട്ട്സിലേക്ക് ഈ പറഞ്ഞ ന്യൂട്രിയൻസ് എന്ത് ചെയ്യുകയാണ്, ഡയറക്ട്ലി സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഇവിടെയുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിമിറ്റഡ് സ്പേസിൽ നമുക്ക് മാക്സിമം ഈൽഡ് കൈവരിക്കാൻ സാധിക്കും. അത് പൊതുവിൽ വെർട്ടിക്കൽ ഫാമിംഗിന്റെ ആണെങ്കിൽ ഒരു ഗുണമാണ്. ലിമിറ്റഡ് സ്പേസിൽ നിന്ന് നമുക്ക് മാക്സിമം ഈൽഡ് കണ്ടെത്താൻ സാധിക്കും. പക്ഷേ ഇതിന്റെ ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു കൃഷി ചെയ്യാനായിട്ട് ഇദ്ദേഹത്തിന് 7 ലക്ഷം മുതൽ 10 ലക്ഷം രൂപയാണ് സ്പെൻഡ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ചെറുകിട കർഷകരെ ഇത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നുള്ളതാണ് ഇതിനകത്ത് പോയിന്റ് ആയിട്ട് നിൽക്കുന്നത്. അതാണ് ഈ വെർട്ടിക്കൽ ഫാമിംഗിന്റെ ഒക്കെ ആണെങ്കിൽ ഒരു ചെറിയ ലിമിറ്റേഷൻ. ഒരുപാട് പൈസ ചെലവുണ്ട്. ബിക്കോസ് സോയിൽ ഒന്നും ഇല്ലാത്ത കാരണം നമ്മൾ ഈ ഫെർട്ടിലൈസേഴ്സ് ന്യൂട്രിയൻസ് എല്ലാം തന്നെ അവിടെ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട കാരണം തന്നെ നമുക്ക് അവിടെ സ്ഥലത്തിന്റെ പരിമിതി, അതിന്റെ ഫേവറബിൾ കണ്ടീഷൻസ് ഒക്കെ ഒരുക്കണം. ഇവിടെയാണെങ്കിൽ ആ കൂൾ ക്ലൈമറ്റ് ഒരുക്കാനായിട്ട് ആ എൻ്റെ റൂമിൽ ഇദ്ദേഹം എയർ കണ്ടീഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഈ കൃഷി ഡെവലപ്പ് ചെയ്തെടുത്തത്. അപ്പം എയറോപോണിക്കിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ലിമിറ്റഡ് സ്പേസിൽ മാക്സിമം ഈൽഡ് കണ്ടെത്താൻ സാധിക്കും. പക്ഷേ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹൈ കോസ്റ്റ് ആണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കാം. അപ്പോൾ ഇത്രയും പോയിന്റ് കൃത്യമായിട്ട് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷനകത്തുള്ളത് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ഞാനൊരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടുണ്ട്. ബിർസ മുണ്ടയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, 3 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് ഐഡന്റിഫൈ ചെയ്തിട്ട് ആൻസർ കൃത്യമായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്